എല്ലാവർക്കും ഹൊറൈസൺ PSC ആൻഡ് ജോബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിലെ ഒഴിവുകളാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത്. ഇതെല്ലാം കരാർ നിയമനമാണ്. അപ്പോൾ നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം. ആദ്യത്തേത് അഡ്മിനിസ്ട്രേറ്റീവ് ഒഴിവാണ്. cmd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഗൂഗിൾ ഫോം വഴിയാണ് ഇത് അപേക്ഷിക്കേണ്ടത്. മാർച്ച് 31 വരെ അപേക്ഷിക്കാം. ഒരു ഒഴിവാണുള്ളത്. ഇതിൻ്റെ യോഗ്യത റെഗുലർ MBA, HR സ്പെഷ്യലൈസേഷൻ ഉള്ളവർക്ക് മുൻഗണന, ഡിഗ്രി ഇൻ ലോ അഭിലഷണീയം, ഒപ്പം 15 വർഷ പ്രവൃത്തി പരിചയവും. പ്രായപരിധി 50 കവിയരുത്. മാർച്ച് 31, 2024 അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത്. റിട്ടയർഡ് ഓഫീസേഴ്സിന് 58 പ്രായപരിധി. ശമ്പള സ്കെയില് 60,000 മുതൽ 75,000 രൂപ വരെ. ഇത് 3 വർഷ കരാർ നിയമനമാണ്. ആദ്യ 1 വർഷം പ്രൊബേഷൻ പീരീഡ് ഉണ്ടാകും. ഇന്റർവ്യൂ വഴിയാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ മാർച്ച് 31 മുമ്പ് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. അടുത്തത് ഡിസ്ട്രിക്ട് കോർഡിനേറ്ററുടെ ഒഴിവാണ്. ഇടുക്കിയിലാണ് നിയമനം. ഇത് ഇമെയിൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. യോഗ്യരായിട്ടുള്ളവർ ഡീറ്റെയിൽഡ് CV മാർച്ച് 1 മുമ്പ് hr@cmd.kerala.gov.in എന്ന മെയിലിലേക്ക് അയക്കുക. അപേക്ഷിക്കുന്നവർ പോസ്റ്റ് നെയിം മെയിലിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. ഒരു ഒഴിവാണുള്ളത്. ശമ്പളം 30,000 രൂപ. യോഗ്യത MSW അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽ ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദാനന്തര ബിരുദം, ഒപ്പം മിനിമം 2 വർഷ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ശമ്പളം 30,000 രൂപ. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ മാർച്ച് 1 മുമ്പ് മെയിൽ വഴി അപേക്ഷിക്കുക. അടുത്തത് അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒഴിവാണ്. യോഗ്യത 60% മാർക്കോട് കൂടിയ റെഗുലർ MBA ഓർ പ്രൊഫഷണൽ ഡിഗ്രി അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം, PhD അഭിലഷണീയം, ഒപ്പം 4 മുതൽ 8 വർഷ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി 45 കവിയരുത്. മാർച്ച് 31, 2024 അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത്. ഇത് 3 വർഷ കരാർ നിയമനമാണ്. ആദ്യം 1 വർഷം പ്രൊബേഷൻ പീരീഡ് ഉണ്ടാകും. 1000 രൂപയാണ് ഇതിൻ്റെ അപേക്ഷാ ഫീസ്. തെരഞ്ഞെടുപ്പ്, എഴുത്ത് പരീക്ഷ, പ്രസന്റേഷൻ, ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ cmd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി മാർച്ച് 31 മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കുക.